ഹായ് ഓൾ, വെൽക്കം ടു നോസ് സ്പോട്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് തൊട്ട് NCERT സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് എക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്, +1 ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് ഇതിലെ ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് തുടങ്ങാം. ഈ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ യൂണിറ്റ് വികസന നയങ്ങളും അനുഭവങ്ങളും. അതിൽ വരുന്ന അധ്യായം സ്വാതന്ത്ര്യം. അധ്യായം 1 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന. നമ്മൾ ഈ അധ്യായമാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. വരുന്ന ക്ലാസ്സുകളിൽ ബാക്കി അധ്യായങ്ങളും കൂടെ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ അധ്യായം നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന. ഈ അധ്യായത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടനയെ പറ്റിയും ആ സമ്പദ്ഘടനയുടെ പിന്നോക്കാവസ്ഥ, അതിന് കാരണമായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ചുമാണ് നമ്മളിതിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ഇതിൽ ആദ്യം തന്നെ തന്നിരിക്കുന്നതൊരു കോട്ടാണ്. 1894 ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന വിക്ടർ അലക്സാണ്ടർ വ്രൂസിൻ്റെ ഒരു കോട്ടാണ് തന്നിരിക്കുന്നത്. ഇന്ത്യ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ ഏതു പ്രദേശത്തെ ആധിപത്യം നഷ്ടപ്പെട്ടാലും നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും. പക്ഷേ ഇന്ത്യ നഷ്ടപ്പെട്ടാൽ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ സൂര്യൻ അസ്തമിക്കും. ഇത് പറഞ്ഞതാരാണ്? വിക്ടർ അലക്സാണ്ടർ വ്രൂസ്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഇതൊന്നുമില്ല. ഇത് ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ അടിസ്ഥാന സവിശേഷതകളും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച വികസന നയങ്ങളെയും പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ, ഈ ഒരു യൂണിറ്റിലൂടെ. ഇതിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള 2 നൂറ്റാണ്ട് നീണ്ടു നിന്ന ബ്രിട്ടീഷ് ഭരണകാലത്ത് വളർന്നുകൊണ്ടിരുന്ന ബ്രിട്ടനിലെ ആധുനിക വ്യവസായങ്ങൾക്ക് തടസ്സമില്ലാതെ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു ഈ കൊളോണിയൽ ഭരണത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ഉണ്ടായ മാറ്റങ്ങളും പുരോഗതിയെയും മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും കോളനി ഭരണകൂടത്തിൻ്റെ ഈ ചൂഷണാത്മക മനോഭാവത്തെ അറിയേണ്ടത് അനിവാര്യമാണ്. നമ്മൾ ആദ്യം ഓരോ മേഖലകളായിട്ടാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോളനി കാലത്തെ താഴ്ന്ന സാമ്പത്തിക വികസനം നമുക്ക് ആദ്യം നോക്കാം. പിന്നീട് നമുക്ക് കാർഷിക മേഖല എങ്ങനെയായിരുന്നു, വ്യവസായ മേഖല എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള ഓരോ ഘടകങ്ങളായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വഴി അത് നോക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ട പോയിന്റ് കോളനി കാലത്തെ താഴ്ന്ന സാമ്പത്തിക വികസനമാണ്. ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദി കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുൻപ് ഇന്ത്യക്ക് സ്വതന്ത്രമായൊരു സമ്പദ്ഘടനയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ കടന്നുവരവിന് മുന്നേ ഇന്ത്യക്ക് എങ്ങനത്തെ സമ്പദ്ഘടനയാണ് ഉണ്ടായിരുന്നത്? സ്വതന്ത്രമായ ഒരു സമ്പദ്ഘടനയാണ് ഉണ്ടായിരുന്നത്. കൃഷിയായിരുന്നു എക്കാലത്തെ ജനങ്ങളുടെ പ്രധാന ജീവിതോപാധി. എന്നിരുന്നാലും വൈവിധ്യമാർന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങളാൽ സമ്പന്നമായിരുന്നു ഇന്ത്യ. പരുത്തി, പട്ടുതുണിത്തരങ്ങൾ, ലോഹം, അമൂല്യമായ രത്നങ്ങൾ തുടങ്ങിയ കരകൗശല വ്യവസായങ്ങൾ ഉയർന്ന പുരോഗതി കൈവരിച്ചിരുന്നു. ഗുണമേന്മയുള്ള വസ്തുക്കളാൽ നിർമ്മിതമായ ഈ ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യൻ കരവിരുത് പ്രകടമായിരുന്നു. അടുത്തത്, അവ വിദേശ കമ്പോളങ്ങളിൽ പ്രിയമേറിയവയുമായിരുന്നു. കോളനി ഭരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പുരോഗതിയേക്കാളുപരി ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളുടെ സംരക്ഷണവും പ്രോത്സാഹനവുമായിരുന്നു. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം, ആളോഹരി വരുമാനം എന്നിവ നിർണ്ണയിക്കുന്നതിനുള്ള ആത്മാർത്ഥമായൊരു പരിശ്രമവും ആരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല? ഈ കോളനി ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇക്കാര്യത്തിൽ വ്യക്തിപരമായ ചില ശ്രമങ്ങൾ നടന്നുവെങ്കിലും പരസ്പര വിരുദ്ധവും ചേർച്ചയില്ലാത്തതുമായ ഫലങ്ങളാണ് ഉണ്ടായത്. ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബൈ, ഫിൻലെ ഷിറാസ്, VKRV റാവു, CR ദേശായി. ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബെ, ഫിൻലെ ഷിറാസ്, VKRV റാവു, CR ദേശായി എന്നിവർ നടത്തിയ പഠനങ്ങൾ ഇവയിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. VKRV റാവുവിൻ്റെ പഠനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു.
ഇത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ രാജ്യത്തിൻ്റെ മൊത്ത യഥാർത്ഥ ഉൽപ്പന്ന വളർച്ചാ നിരക്ക് 2% താഴെയും വാർഷിക ആളോഹരി ഉൽപ്പന്ന വളർച്ചാ നിരക്ക് വെറും 0.5% താഴെയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ രാജ്യത്തിൻ്റെ മൊത്തം യഥാർത്ഥ ഉൽപ്പന്ന വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 2% താഴെയായിരുന്നു. വാർഷിക ആളോഹരി ഉൽപ്പന്ന വളർച്ചാ നിരക്ക് വെറും 0.5% താഴെയായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് കാർഷിക മേഖല എങ്ങനെയായിരുന്നു എന്നാണ്. ഓക്കെ, അത് പോകുന്നതിനേക്കാൾ മുന്നേ നമുക്കിവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബംഗാളിലെ തുണി വ്യവസായം. പരുത്തി വസ്ത്രങ്ങളുടെ വകഭേദമായ മസ്ലിൻ തുണികളുടെ ഉത്ഭവസ്ഥാനം ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയും പരിസര പ്രദേശങ്ങളുമാണ്. പരുത്തി വസ്ത്രങ്ങളുടെ ഉത്കൃഷ്ട ഇനം എന്ന നിലയിൽ ധാക്ക മസ്ലിൻ ലോക പ്രശസ്തി ആർജിച്ചിരുന്നു. മസ്ലിൻ തുണികളുടെ ഏറ്റവും മുന്തിയ ഇനം മൽമൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വിദേശ സഞ്ചാരികൾ രാജകീയതയ്ക്കനുയോജ്യം എന്നർത്ഥം വരുന്ന മൽമൽ ഷാഹി അല്ലെങ്കിൽ മൽമൽ ഖാസ എന്നും ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു. ഈ പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് കോളനി ഭരണം കാർഷിക മേഖലയെ എങ്ങനെയാണ് ബാധിച്ചത് എന്നാണ്. കോളനി ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കൃഷിയെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. കോളനി ഭരണകാലത്തിന് മുന്നേയും എന്ത് തന്നെയായിരുന്നു? കൃഷി തന്നെയായിരുന്നു ജീവിതോപാധി. ജനസംഖ്യയുടെ 85%, എത്രയാണ്? 85% പേർ ജീവിതോപാധിയായി പ്രത്യക്ഷമായോ പരോക്ഷമായോ കൃഷിയെ ആശ്രയിച്ചിരുന്നു. എന്നിരുന്നാലും കാർഷിക മേഖല എങ്ങനെയായിരുന്നു? മുരടിപ്പിലായിരുന്നു. മൊത്തം കൃഷിഭൂമിയുടെ അളവിൽ നേരിയ വർധനവ് ഉണ്ടായിരുന്നുവെങ്കിലും, വർധനവ് എന്തിലാണ് ഉണ്ടായിരുന്നത്? സെൻറ്റൻസ് ശ്രദ്ധിക്കണേ. വർധനവ് ഉണ്ടായത് എന്തിലാണ്? മൊത്തം കൃഷിഭൂമിയുടെ അളവിലാണ് വർധനവുണ്ടായത്. പക്ഷേ കാർഷികോൽപാദനക്ഷമത, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വളരെ താഴ്ന്ന നിലയിലായിരുന്നു. സ്റ്റേറ്റ്മെൻ്റൊക്കെ ചോദിക്കാം. കാർഷിക മേഖലയിലെ ഈ മുരടിപ്പിന് പ്രധാന കാരണം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂവുടമ സമ്പ്രദായമായിരുന്നു. എന്തായിരുന്നു? ഭൂവുടമ സമ്പ്രദായമായിരുന്നു. പ്രത്യേകിച്ച് ബംഗാൾ പ്രവിശ്യയിൽ നിലവിലെ കിഴക്കൻ സംസ്ഥാനങ്ങൾ അവിടെ നടപ്പിലാക്കിയ ജമീന്ദാരി സമ്പ്രദായം. കൃഷിയിൽ നിന്നുള്ള ലാഭം കർഷകനല്ല, മറിച്ച് ആർക്കാണ് കിട്ടിയിരുന്നത്? ഇടനിലക്കാരായ കമ്പനിക്കും കർഷകർക്കുമിടയിൽ ഇടനിലക്കാരനായി നിന്ന് സെമീന്ദാർമാർക്കാണ് എന്ത് ലഭിച്ചിരുന്നത്? ലാഭം ലഭിച്ചിരുന്നത്. ഈ സെമീന്ദാർമാർ എന്ത് ചെയ്തിരുന്നു? കർഷകർ കൃഷി ചെയ്തുണ്ടാക്കുന്നതിൽ നിന്നുള്ള ലാഭമെല്ലാം ആർക്ക് കൊടുത്തിരുന്നു? സെമീന്ദാർമാർക്ക് കൊടുത്തിരുന്നു. സെമീന്ദാർമാരാണ് എന്ത്? കമ്പനീനെ ഏൽപ്പിച്ചിരുന്നത്. ഇത്ര ശതമാനം സെമീന്ദാർമാർക്കുള്ളതായിരുന്നു. ഇവരിത് പിരിച്ചില്ലെങ്കിലോ, ഈ കർഷകരുടെ അടുത്ത് നിന്ന് പിരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവരുടെ ഈ കൃഷിഭൂമിയുടെ മേലുള്ള ഇവരുടെ അവകാശങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഈ സെമീന്ദാരി സമ്പ്രദായത്തിൽ കൃഷിയിൽ നിന്നുള്ള ലാഭം കർഷകർക്കല്ല കിട്ടിയിരുന്നത്, മറിച്ച് ആർക്കാണ്? ജമീന്ദാർമാർക്കാണ് ലഭിച്ചിരുന്നത്. എന്നാൽ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി ജമീന്ദാർമാരോ കോളനി ഭരണകൂടമോ ഒന്നും ചെയ്തിരുന്നില്ല. കർഷകരിൽ നിന്ന് വൻതോതിൽ പാട്ടം പിരിച്ചെടുക്കുന്നതിൽ മാത്രമായിരുന്നു ജമീന്ദാർമാരുടെ ശ്രദ്ധ. വർദ്ധിച്ച പാട്ടഭാരം കർഷകരുടെ ജീവിതം എന്ത് ചെയ്തു? ദുസ്സഹമാക്കി. ഈ സമ്പ്രദായപ്രകാരം സെമീന്ദാർ കൃത്യസമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നികുതി അടയ്ക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? ജമീന്ദാർമാർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശം എന്ത് ചെയ്യും? നഷ്ടമാകും. ആയതിനാൽ കൃഷിക്കാരുടെ സാമ്പത്തിക അവസ്ഥയെ സെമീന്ദാർമാർ ഒരിക്കലും പരിഗണിച്ചിരുന്നില്ല. കൂടാതെ പഴഞ്ചൻ സാങ്കേതികവിദ്യ, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, രാസവളങ്ങളുടെ കുറഞ്ഞ ഉപയോഗം എന്നിവയും കാർഷിക മേഖലയിലെ മുരടിപ്പിന് കാരണമായി. കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് ആകർഷിച്ചു. ഇത് അവരുടെ
സാമ്പത്തിക അവസ്ഥയിൽ ചെറിയ തോതിലുള്ള പുരോഗതി ഉണ്ടാക്കിയെങ്കിലും കാർഷിക മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കിത് ഇടയാക്കി. ജലസേചന സൗകര്യത്തിൽ നേരിയ പുരോഗതി ഉണ്ടായെങ്കിലും ഭൂമിയെ തട്ടുതട്ടുകളാക്കൽ, വെള്ളപ്പൊക്ക നിയന്ത്രണം, നീർവാർച്ച, മണ്ണിലെ ലവണാംശങ്ങൾ നീക്കൽ തുടങ്ങിയ രംഗങ്ങളിൽ നിക്ഷേപം എങ്ങനെയായിരുന്നു? കുറവായിരുന്നു. ചെറിയൊരു വിഭാഗം കൃഷിക്കാർ ഭക്ഷ്യവിളകളിൽ നിന്ന് എങ്ങോട്ട് പോയി? നാണ്യവിളകളിലേക്ക് മാറിയെങ്കിലും ഭൂരിഭാഗം കുടിയാന്മാർക്കും ചെറുകിട കർഷകർക്കും കൂട്ടുകൃഷിക്കാർക്കും കൃഷിയിൽ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങളോ സാങ്കേതിക വിദ്യകളോ പ്രോത്സാഹനങ്ങളോ ലഭിച്ചിരുന്നില്ല. അടുത്തത് നമ്മൾ നോക്കുന്നത് വ്യാവസായിക മേഖലയാണ്. വ്യാവസായിക മേഖലയിൽ എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. കാർഷിക മേഖലയിലെ പോലെ തന്നെ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലും ശക്തമായ വ്യാവസായിക അടിത്തറ കെട്ടിപ്പടുക്കാൻ ഇന്ത്യയിൽ കോളനി ഭരണത്തിന് കഴിഞ്ഞിരുന്നില്ല. ലോകപ്രശസ്തി നേടിയ ഇന്ത്യൻ കരകൗശല വ്യവസായങ്ങൾ ക്ഷയിച്ചു എന്ന് മാത്രമല്ല, ആ സ്ഥാനത്തേക്ക് അതേ പ്രൗഢിയിലുള്ള ആധുനിക വ്യവസായങ്ങൾ ഉയർന്നു വരാൻ അനുവദിച്ചതുമില്ല. ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ബ്രിട്ടന്റെ വ്യാവസായിക നയങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ ലക്ഷ്യം, ബ്രിട്ടനിൽ വളർന്നു വന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിശാല കമ്പോളമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം. ബ്രിട്ടന്റെ സാമ്പത്തിക പുരോഗതിയായിരുന്നു ഈ നയങ്ങളിലൂടെ കോളനി ഭരണകൂടം ലക്ഷ്യം വെച്ചത്. ഇത് ഇന്ത്യയിൽ പുതിയൊരു സാമ്പത്തിക അവസ്ഥ സംജാതമാക്കി. കരകൗശല വ്യവസായങ്ങളുടെ തകർച്ച ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുകയും ഉപഭോഗ കമ്പോളത്തിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇല്ലാതാകുകയും ചെയ്തു. തുടർന്നുണ്ടായ ഉപഭോഗ വസ്തുക്കളുടെ ഡിമാൻഡ് വർധനവിനെ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വില കുറഞ്ഞ വസ്തുക്കളുടെ ഇറക്കുമതിയിലൂടെയാണ് കോളനി ഭരണകൂടം സമൃദ്ധമായി ഉപയോഗപ്പെടുത്തിയത്. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ തന്നെ ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിൽ വേരുറപ്പിച്ചിരുന്നുവെങ്കിലും അവയുടെ വളർച്ച എങ്ങനെയായിരുന്നു? മന്ദഗതിയിലായിരുന്നു. തുടക്കത്തിൽ ഈ പുരോഗതി ചണം, പരുത്തി എന്നീ വ്യവസായങ്ങളിൽ മാത്രം ഒതുങ്ങി. ഇന്ത്യക്കാരുടെ അധീനതയിലുണ്ടായിരുന്ന പരുത്തി വ്യവസായശാലകൾ ആരംഭിച്ചത് പ്രധാനമായും, അപ്പോൾ ഇത് ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യക്കാരുടെ അധീനതയിലുണ്ടായിരുന്ന പരുത്തി വ്യവസായശാലകൾ ആരംഭിച്ചത് പ്രധാനമായും എവിടെയാണ്? ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമായിരുന്നു. അതേസമയം ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ചണ വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ചത് ബംഗാളിലായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രവർത്തനം ആരംഭിച്ചു. എപ്പോഴാണ്? 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രവർത്തനം ആരംഭിച്ചു. 1907 ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായി. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം പഞ്ചസാര, സിമന്റ്, കടലാസ് എന്നീ വ്യവസായങ്ങൾ പേരിനെങ്കിലും ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. വ്യവസായവൽക്കരണത്തിന് അത്യന്താപേക്ഷിതമായ മൂലധന ചരക്ക് വ്യവസായങ്ങൾ, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നില്ല. എന്താണ് ഈ മൂലധന ചരക്ക് വ്യവസായങ്ങൾ എന്ന് വെച്ചാൽ? ഉൽപാദനത്തിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങളാണ് ഏത്? മൂലധന ചരക്ക് വ്യവസായങ്ങൾ. ഒറ്റപ്പെട്ട ചില വ്യവസായങ്ങൾ ആരംഭിച്ചുവെങ്കിലും അവ ഇന്ത്യയുടെ പരമ്പരാഗതമായ കരകൗശല വ്യവസായങ്ങൾക്ക് പകരം നിൽക്കാവുന്ന തരത്തിലുള്ളവ ആയിരുന്നില്ല. കൂടാതെ ഈ വ്യവസായങ്ങളുടെ വളർച്ചാ നിരക്കും മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിലേക്കുള്ള GDP-യിലേക്കുള്ള ഇവയുടെ സംഭാവനയും
നാമമാത്രമായിരുന്നു. പുതുതായി ആരംഭിച്ച വ്യവസായങ്ങളിൽ പൊതുമേഖലയുടെ സ്ഥാനം റെയിൽവേ, വൈദ്യുതോൽപാദനം, തുറമുഖം, വാർത്താവിനിമയം എന്നിവയിൽ ഒതുങ്ങി. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ആ സമയത്തുള്ള വിദേശ വ്യാപാരം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. പുരാതന കാലം മുതൽക്കേ വിദേശ വ്യാപാരത്തിൽ പ്രശസ്തിയാർജിച്ച ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ കോളനി ഭരണകൂടം ഉൽപാദനം, വ്യാപാരം, തീരുവ എന്നീ മേഖലകളിൽ നടപ്പാക്കിയ നയങ്ങൾ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ ഘടനയെയും ഘടകങ്ങളെയും അളവിനെയും പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇതിൻ്റെ ഫലമായി അസംസ്കൃത പട്ട്, പരുത്തി, കമ്പളി, പഞ്ചസാര, നീലം, ചണം തുടങ്ങിയ പ്രാഥമിക വസ്തുക്കൾ കയറ്റുമതി ചെയ്യുകയും ബ്രിട്ടനിലെ ഫാക്ടറികളിൽ നിർമ്മിച്ച ലഘുയന്ത്രങ്ങൾ പോലുള്ള മൂലധന വസ്തുക്കൾ കൂടാതെ പൂർണ്ണ ഉപഭോഗ വസ്തുക്കളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ ഇവകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇതുകൂടാതെ ഇന്ത്യയുടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും മേൽ കുത്തക ആധിപത്യം ബ്രിട്ടൻ നിലനിർത്തി. ഇതിൻ്റെ ഫലമായി ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ പകുതിയിലധികവും ബ്രിട്ടനുമായും ശേഷിക്കുന്ന ഭാഗം ചൈന, സിലോൺ എന്ന് വെച്ചാൽ ശ്രീലങ്കയുടെ പഴയ പേരാണ്, പേർഷ്യ അതായത് ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായിട്ട് നടത്താൻ നിർബന്ധിതമായി. സൂയസ് കനാൽ തുറന്നതോടുകൂടി ഇന്ത്യൻ വിദേശ വ്യാപാരത്തിന് മേലുള്ള നിയന്ത്രണം ബ്രിട്ടൻ കൂടുതൽ കർശനമാക്കി. നമുക്ക് ഈ ബോക്സ് ഒന്ന് നോക്കാം. സൂയസ് കനാലിലൂടെയുള്ള വ്യാപാരം. സൂയസ് കനാൽ കാണാമല്ലോ അല്ലേ? സൂയസ് കനാൽ കണ്ടോ? സൂയസ് കനാൽ ഇന്ത്യയെയും ബ്രിട്ടനെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയാണ്. വടക്ക് കിഴക്കൻ ഈജിപ്തിലെ സൂയസ് കരയിടുക്കിന് സമാന്തരമായി വടക്ക് തെക്ക് നീണ്ടു കിടക്കുന്ന മനുഷ്യനിർമ്മിത ജലമാർഗമാണ് സൂയസ് കനാൽ. ഇത് മെഡിറ്ററേനിയൻ കടലിലെ പോർട്ട് സെയ്ദിനെയും ചെങ്കടലിലെ കൈവഴിയായ സൂയസ് ഉൾക്കടലിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സൂയസ് കനാൽ യൂറോപ്പ്, അമേരിക്ക, തെക്കേ ഏഷ്യൻ രാജ്യങ്ങൾ, കിഴക്കൻ ആഫ്രിക്ക, ഓഷ്യാനിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ആഫ്രിക്കൻ വൻകരയെ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥ ഒഴിവാക്കുന്നു. സാമ്പത്തികമായും തന്ത്രപ്രധാനമായും ലോകത്തിലെ പ്രധാന ജലമാർഗങ്ങളിൽ ഒന്നാണ് ഇത്. 1869 ഇത് തുറന്നതോടുകൂടി യാത്രാ ചെലവ് കുറയുകയും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ കമ്പോളത്തിലേക്ക് പ്രവേശനം സുഗമമാകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സൂയസ് കനാൽ തുറന്നതോടുകൂടി ഇന്ത്യൻ വിദേശ വ്യാപാരത്തിന് മേലുള്ള നിയന്ത്രണം ബ്രിട്ടൻ കൂടുതൽ കർശനമാക്കി. ബ്രിട്ടീഷിൻ്റെ ഭരണകാലത്ത് വിദേശ വ്യാപാരത്തിൻ്റെ പ്രത്യേക ലക്ഷ്യം ഉയർന്ന കയറ്റുമതി മിച്ചം സൃഷ്ടിക്കുക എന്നതായിരുന്നു. എന്നാൽ ഈ മിച്ചം ഉണ്ടാക്കുന്നതിന് രാജ്യം വലിയ വില നൽകേണ്ടി വന്നു. ഭക്ഷ്യധാന്യങ്ങൾ, വസ്ത്രങ്ങൾ, മണ്ണെണ്ണ തുടങ്ങി പല വിധത്തിലുള്ള അത്യാവശ്യ വസ്തുക്കളുടെ ലഭ്യത ആഭ്യന്തര കമ്പോളത്തിൽ എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. ഈ വ്യാപാര മിച്ചം ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒഴുക്ക് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഇവ ബ്രിട്ടീഷുകാരുടെ യുദ്ധച്ചെലവുകൾക്കൊപ്പം വിവിധ സേവനങ്ങളുടെ ഇറക്കുമതി ചെലവിനായിട്ട് വിനിയോഗിക്കപ്പെട്ടു. ഇതെല്ലാം ബ്രിട്ടനിലേക്കുള്ള ഇന്ത്യൻ സമ്പത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കി. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ജനസംഖ്യാസ്ഥിതിയാണ്. ഡെമോഗ്രാഫിക് കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നാണ് നോക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗികമായിട്ട് സെൻസസ് നടന്നത് എന്നാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ്. 1881 1881 ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടന്നത്. ചില പരിമിതികളുണ്ടെങ്കിലും ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയുടെ അസന്തുലിതാവസ്ഥ ഇത് തുറന്നുകാട്ടി. ഇന്ത്യയിൽ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്. 1921 മുൻപ് ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിലായിരുന്നു. രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് 1921 ശേഷമാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് ഉയർന്നത് ആയിരുന്നില്ല. ഇന്ത്യയിലെ സാമൂഹ്യ വികസന സൂചകങ്ങൾ ഒന്നും തന്നെ ഒട്ടും പ്രോത്സാഹനപരമായ അവസ്ഥയിൽ ആയിരുന്നില്ല. രാജ്യത്തെ സാക്ഷരതാ നിരക്ക് എത്രയായിരുന്നു? 16% താഴെയായിരുന്നു. ഇതിൽ സ്ത്രീ സാക്ഷരതാ നിരക്ക് വെറും 7% താഴെയായിരുന്നു. പൊതുജനാരോഗ്യ സൗകര്യങ്ങൾ നല്ലൊരു വിഭാഗം ജനങ്ങൾക്കും ലഭ്യമായിരുന്നില്ല. ഉണ്ടായിരുന്നവ
തന്നെ തീർത്തും അപര്യാപ്തമായിരുന്നു. അതിനാൽ വായു ജലജന്യ രോഗങ്ങൾ വ്യാപകമാവുകയും ഇവ പിടിപെട്ട് ധാരാളം ആളുകൾ മരിക്കുകയും ചെയ്തു. അതിനാൽ മരണനിരക്ക് എങ്ങനെയായിരിക്കും? അപ്പോൾ മരണനിരക്ക് വളരെ ഉയർന്നാണ് നിന്നിരുന്നത്. ശിശു മരണനിരക്ക് 1000-218 എന്ന നിരക്കിലായിരുന്നു. ഇതിനെ ഇപ്പോഴത്തെ ശിശുമരണ നിരക്കായ 1063 താരതമ്യം ചെയ്തു നോക്കുക. ആയുർദൈർഘ്യം എങ്ങനെയായിരുന്നു? 44 വർഷം മാത്രമായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ്? 68 വർഷമാണെന്ന് ഓർക്കുക. അന്ന് 44 വർഷമായിരുന്നു. വിശ്വാസയോഗ്യമായ ഡാറ്റകളുടെ അഭാവത്തിൽ അക്കാലത്തെ ദാരിദ്ര്യത്തിൻ്റെ വ്യാപ്തി അളക്കാൻ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എങ്കിലും കോളനി ഭരണകാലത്ത് ഇന്ത്യയിൽ കഠിനമായ ദാരിദ്ര്യം നിലനിന്നിരുന്നുവെന്നും അത് ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെ ദുസ്സഹമാക്കി എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. അടുത്തത് തൊഴിൽ ഘടന എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ. കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ തൊഴിൽ ഘടന, അതായത് വിവിധ വ്യവസായങ്ങളിലും മേഖലകളിലും തൊഴിൽ ചെയ്യുന്നവരുടെ വിതരണത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ പ്രകടിപ്പിച്ചു. മൊത്തം തൊഴിൽ ശക്തിയുടെ ഏറിയ പങ്കും കാർഷിക മേഖലയ്ക്കായിരുന്നു. ഇത് ഏകദേശം 70% മുതൽ 75% വരെ ആയിരുന്നു. എന്നാൽ ഉൽപ്പന്ന നിർമ്മാണ മേഖല 10%, സേവന മേഖല 15 മുതൽ 20% തൊഴിൽ ശക്തിയാണെന്ന് ഉൾക്കൊണ്ടിരുന്നത്. ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത വർദ്ധിച്ച പ്രാദേശിക തലത്തിലുള്ള അന്തരമായിരുന്നു. അന്നത്തെ മദ്രാസ് പ്രവിശ്യയുടെ ചില ഭാഗങ്ങളും ഇന്നത്തെ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയായിരുന്നു അന്നത്തെ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നത് കേട്ടോ. ആ ഭാഗങ്ങളിലും ബോംബെയിലും ബംഗാളിലും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരുടെ എണ്ണം എങ്ങനെയായിരുന്നു? വളരെ കുറവായിരുന്നു. നിർമ്മാണ മേഖലയിലും സേവന മേഖലയിലുമായിരുന്നു എണ്ണം കൂടുതലുണ്ടായിരുന്നത്. അതേസമയം ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാർഷിക മേഖലയിലെ തൊഴിൽ ശക്തി ഉപയോഗം ഉയർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അടുത്തത് നോക്കുന്നത് പശ്ചാത്തല സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ പശ്ചാത്തല സൗകര്യങ്ങളായ റെയിൽവേ, തുറമുഖം, ജലഗതാഗതം, തപാൽ, കമ്പിത്തപാൽ എന്നിവ വികസിച്ചു. ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യക്കാർക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ലഭിക്കുക എന്നതാണോ? അല്ല, മറിച്ച് തങ്ങളുടെ വിവിധങ്ങളായ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപ് നിർമ്മിച്ച റോഡുകൾ ആധുനിക ഗതാഗതത്തിന് ഒട്ടും അനുയോജ്യമായിരുന്നില്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സൈനിക നീക്കങ്ങൾക്കുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യമാണ് പല റോഡ് നിർമ്മാണങ്ങൾക്കും പിന്നിലുണ്ടായിരുന്നത്. അതുപോലെ അസംസ്കൃത വസ്തുക്കൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കും തുറമുഖങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലേക്കും എത്തിച്ച് അത് അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്കോ ലാഭകരമായ മറ്റ് വിദേശ കേന്ദ്രങ്ങളിലേക്കോ എത്തിക്കുക എന്ന താൽപ്പര്യവും ഈ റോഡ് നിർമ്മാണങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നു. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകൾ ഗ്രാമങ്ങളിൽ കുറവായതിനാൽ പ്രകൃതി ദുരന്തങ്ങളുടെ ക്ഷാമത്തിൻ്റെയും അവസരങ്ങളിൽ ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1850-ലാണ്. അത് അവരുടെ സംഭാവനയായി ഇപ്പോഴും കരുതുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഘടനയെ 2 രീതിയിലാണ് റെയിൽവേ സ്വാധീനിച്ചത്. ഒന്നാമതായിട്ട് ദീർഘദൂര യാത്രകൾ സാധ്യമായതോടെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ അതിർവരമ്പുകൾ ഭേദിക്കാൻ സഹായകമായി. രണ്ടാമതായി കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ അത് പരിപോഷിപ്പിച്ചെങ്കിലും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയെ ദോഷകരമായിട്ട് ബാധിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിച്ചു എന്നതിൽ സംശയമില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിച്ചു. എങ്കിലും ഇതിൻ്റെ ഗുണമൊന്നും കൃഷിക്കാരായ ജനങ്ങൾക്കൊന്നും ലഭിച്ചില്ല. റെയിൽവേയുടെ ആവിർഭാവം കൊണ്ട് ഇന്ത്യൻ ജനതയ്ക്കുണ്ടായ സാമൂഹ്യ നേട്ടം ചെറുതല്ല. എങ്കിലും രാജ്യത്തിൻ്റെ സാമ്പത്തിക നഷ്ടത്തെ ഇത് മറികടക്കുന്നതായിരുന്നില്ല.
ഈ ചിത്രം കണ്ടോ, ആദ്യ റെയിൽവേ പാലമാണ്. 1854 ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ പാലം നിലവിൽ വരുന്നത്, ബോംബെ മുതൽ താനെ വരെ. അങ്ങനെ റെയിൽവേ, റോഡ് എന്നിവയുടെ വികസനത്തോടൊപ്പം തന്നെ കോളനി ഭരണകൂടം ഉൾനാടൻ വ്യാപാരവും കടൽ ഗതാഗത മാർഗങ്ങളും വികസിപ്പിക്കാനുള്ള നടപടി എടുത്തു. എങ്കിലും ഈ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല. ഉൾനാടൻ ജലഗതാഗതം ഒറീസയിലെ തീരദേശ കനാൽ സംവിധാനത്തെ പോലെ തന്നെ സാമ്പത്തികമായി ലാഭമായിരുന്നില്ല. ഉയർന്ന ചെലവിൽ നിർമ്മിച്ചിരുന്ന കനാൽ സംവിധാനമായിരുന്നിട്ടും റെയിൽവേയുമായി മത്സരിക്കാൻ കഴിയുമായിരുന്നില്ല. ഏറെ താമസിയാതെ ഈ പ്രദേശത്ത് കനാലിന് സമാന്തരമായി റെയിൽവേ വരികയും കനാൽ സംവിധാനം തന്നെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. ചെലവേറിയതാണെങ്കിലും വൈദ്യുതീകൃത കമ്പിത്തപാൽ സംവിധാനം രാജ്യത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൽ വലിയ പങ്കാണ് വഹിച്ചത്. തപാൽ സംവിധാനം ഉപകാരപ്രദമായിരുന്നെങ്കിലും വർദ്ധിച്ച ആവശ്യങ്ങൾക്കനുസൃതമായ സേവനം നൽകാൻ പര്യാപ്തമായിരുന്നില്ല. ഈ ചിത്രം കണ്ടോ, ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത് 1932 ടാറ്റ എയർലൈൻസ് ആണ്. ടാറ്റ എയർലൈൻസ്. അപ്പോൾ അടുത്തത് നമ്മൾ കിടക്കുന്നത് കൺക്ലൂഷനിലേക്കാണ്. നമുക്കിതൊന്ന് ഓടിച്ച് വായിക്കാം. നമുക്ക് 2 ബോക്സുകൾ കൂടെ നോക്കാനുണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ലാസ്റ്റത്തെ പോർഷൻ കൺക്ലൂഷൻ കൂടി ഒന്ന് വായിച്ചേക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോഴേക്കും 2 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ തലങ്ങളിലേക്കും ബാധിച്ചിരുന്നു. ആവശ്യത്തിലധികം തൊഴിലാളികളെ കൊണ്ടും അങ്ങേയറ്റം താഴ്ന്ന ഉൽപ്പാദനക്ഷമത കൊണ്ടും കാർഷിക മേഖല തളർന്നിരുന്നു. ആധുനികവൽക്കരണം, വൈവിധ്യവൽക്കരണം, ശേഷി നിർമ്മാണം, പൊതുനിക്ഷേപ വർധന എന്നിവ വ്യാവസായിക മേഖലയിൽ അത്യാവശ്യമായിരുന്നു. അക്കാലത്തെ വിദേശ വ്യാപാരം ബ്രിട്ടനിലെ വ്യാവസായിക വിപ്ലവത്തെ പരിപോഷിപ്പിക്കാൻ മാത്രം ലക്ഷ്യമിട്ടതായിരുന്നു. പശ്ചാത്തല സൗകര്യങ്ങളിൽ റെയിൽവേ ശൃംഖലകളുടെ നവീകരണം, വിപുലീകരണം, പൊതുക്രമീകരണം എന്നിവ ഉൾപ്പെടുന്നു. വ്യാപകമായ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ജനക്ഷേമ സാമ്പത്തിക നയങ്ങളുടെ ആവശ്യകതയെ ചൂണ്ടിക്കാട്ടി ചുരുക്കത്തിൽ രാജ്യത്തിന് നേരിടേണ്ടി വന്ന സാമൂഹ്യ സാമ്പത്തിക വെല്ലുവിളികൾ വളരെയേറെ ആയിരുന്നു. നമുക്കിതിൽ നമ്മൾ വിട്ടുപോയ 2 ബോക്സുകളുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. തന്നിരിക്കുന്ന ബുക്ക് കണ്ടോ, പോവർട്ടി ആൻഡ് ഫാമിൻ. ആരുടെയാണ്? അമർത്യ സെന്നിൻ്റെ ബുക്കാണ് കേട്ടോ, പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന് പറയുന്നത്. ഈ ബോക്സിൽ നമുക്ക് കുറച്ച് 2-3 ബുക്ക് പഠിക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ബുക്കാണ് ഇന്ത്യ ഡിവൈഡഡ് എന്ന് പറയുന്നത്. ഇന്ത്യ ഡിവൈഡഡ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ബുക്കാണ് രമേശ് ചന്ദ്ര ദത്തിൻ്റെ ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അടുത്തത് BH ബേഡൻ പവലിൻ്റെ ദ ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ദ ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. നമ്മൾ ഈ ബോക്സ് നോക്കിയില്ല. ബ്രിട്ടീഷ് ഇന്ത്യക്ക് മുമ്പുള്ള കാർഷിക മേഖല എങ്ങനെയായിരുന്നു എന്നാണ് തന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് കോളനി ഭരണകാലത്തെ ഇന്ത്യൻ കാർഷിക മേഖലയിലെ മുരടിപ്പ് കാണിക്കുന്നൊരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. പ്രശസ്ത ഫ്രഞ്ച് സഞ്ചാരിയായിരുന്ന ബെർണിയർ 17-ാം നൂറ്റാണ്ടിലെ ബംഗാളിനെ ഇപ്രകാരമാണ് വിശേഷിപ്പിച്ചത്: എൻ്റെ 2 സന്ദർശനങ്ങൾ ബംഗാൾ ഈജിപ്തിനേക്കാൾ സമ്പന്നമാണെന്ന വസ്തുത അരക്കിട്ടുറപ്പിച്ചു. ബംഗാളിൽ നിന്ന് പരുത്തി, പട്ട്, അരി, പഞ്ചസാര, വെണ്ണ എന്നിവ ധാരാളമായി കയറ്റുമതി ചെയ്തിരുന്നു. ഗോതമ്പ്, പച്ചക്കറികൾ, ധാന്യങ്ങൾ, താറാവ്, കോഴി, വാത്ത തുടങ്ങിയവയെ സ്വന്തം ആവശ്യങ്ങൾക്കായി ധാരാളം ഉൽപ്പാദിപ്പിച്ചിരുന്നു. ചെമ്മരി ആടുകളും പന്നികളും സുലഭമായിരുന്നു. എല്ലാത്തരം മത്സ്യങ്ങളും സമൃദ്ധമായിരുന്നു. ജലസേചനത്തിനും സഞ്ചാരത്തിനുമായി ഗംഗയിൽ നിന്നും നിരവധി കനാലുകൾ അളവറ്റ അധ്വാനം ഉപയോഗിച്ച് രാജ്മഹൽ മുതൽ സമുദ്രതീരം വരെ മുൻകാലങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ അധ്യായം നമ്മൾ തീർത്തിരിക്കുകയാണ്. ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു പോയിന്റ് പോലും വിട്ടുപോകരുത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്